ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കയറുമ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ വരും, കുറേ വരും. അപ്പോൾ അതിൽ നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വീഡിയോസ് എന്നുണ്ട് 89 രൂപ ഫസ്റ്റ് കാണുന്നത്. അത് നിങ്ങൾ എടുക്കരുത്. ഞാൻ നിങ്ങളെ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളെടുക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളതെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഈ 89 രൂപയുടെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ലോ ആയിട്ടുള്ള ഓപ്ഷൻ. അത് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്ത് 299 രൂപയാക്കാം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് കിട്ടുള്ളൂ. വെറുതെ 89 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട്, പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഗൾഫിൽ നിന്നാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ, യൂട്യൂബ് മെമ്പർഷിപ്പാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഗൾഫിൽ നിന്നാണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വരും. അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കാം. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇരട്ടി കാശ് കൊടുത്തിട്ടും നമുക്ക് ഉദ്ദേശിച്ച സർവീസ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഗൾഫിൽ നിന്നോ അതർ കൺട്രീസിൽ നിന്നുള്ളവരാണെങ്കിൽ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കേണ്ട, നേരിട്ട് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഒന്നാമത്തെ മെമ്പർഷിപ്പ് യൂട്യൂബ് മെമ്പർഷിപ്പ്, രണ്ടാമത്തെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കണം. നമ്പർ ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. 6235038597 ഒരു നമ്പർ. രണ്ടാമത്തെ നമ്പർ 8891494012. രണ്ട് നമ്പർ ഉണ്ട്. രണ്ട് നമ്പറിൽ നമ്മൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ മെസ്സേജ് അയക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. അനുഭവം. അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ, നിങ്ങൾ നേരത്തെ പ്ലാൻസ് ഒക്കെ അറിയണമെങ്കിൽ എന്തെങ്കിലും നമ്പറിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണാം. കൂടുതലും ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഈ ലോങ് വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് കാണത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ലോങ് വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോസും കൂടി ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനുഭവം ആണ്. അനുഭവം ഇതൊരു അനുഭവമാണ് കേട്ടോ. ഇതെൻ്റെ കൂട്ടുകാരിക്ക് സംഭവിച്ചൊരു അനുഭവമാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, എൻ്റെ കൂട്ടുകാരി ഞാനും കൂടി ഒന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് വരെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയപ്പോൾ അവിടെ വെച്ച് അവളെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ നമ്മൾ നമ്പറൊക്കെ കൈമാറി. പിന്നെ അവർ വിളിയൊക്കെ തുടങ്ങി. അവർ അങ്ങനെ സെറ്റായി കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ അറിയുന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് നാട്ടുകാർ പൊക്കി എന്നൊരു വാർത്തയാണ് കേട്ടത്. സോ അവരെങ്ങനെ അവിടെ വരെ എത്തിയെന്ന് അറിയില്ല. അനുഭവങ്ങൾ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പകുതിക്ക് ശേഷമാണെന്ന് അറിയില്ല. പക്ഷേ ഇവളെ അവിടെ നിന്ന് പിടിച്ചു. നാട്ടുകാർ പൊക്കി അവളുടെ വീട്ടിൽ അറിയിച്ചു, അവൻ്റെ വീട്ടിൽ അറിയിച്ചു. സോ അവനെ കല്യാണം കഴിക്കാനൊന്നും നമുക്ക് ഉദ്ദേശം ഉണ്ടായില്ല. അവനും അങ്ങനെ ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. സോ അതൊരു കല്യാണത്തിലൊന്നും എത്തിയില്ല. വീട്ടിലറിഞ്ഞതൊരു സീനായി. സോ അവൾ ആ സാഹചര്യം എങ്ങനെ ആ സാഹചര്യത്തിൽ അവളതെങ്ങനെ ഒരു തമാശ രൂപത്തിൽ എന്താ പറയുക, നമുക്കൊരു തമാശ, അവർക്കൊരു എന്താ പറയുക ഈസി ഗോയർ ആയത് കൊണ്ടായിരിക്കാം അത് എന്തൊക്കെയോ പറഞ്ഞ് അവൾ അതിൽ നിന്ന് തടി തപ്പി. അവനും തടി തപ്പി. കുറച്ച് നാൾ അവൻ അവളുടെ പുറകെ നടന്നായിരുന്നു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്കതൊരു ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. സോ അവൾക്കതൊരു ചീത്തപ്പേരായോന്ന് ചോദിച്ചാൽ അവളുടെ വീട് ഫോട്ടോ വെച്ചല്ല, അതുകൊണ്ട് അതൊരു ചീത്തപ്പേരായില്ല. പക്ഷെ അവനതൊരു നാണക്കേടായി. അവനെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇവളറിയുന്ന ആൾക്കാരുണ്ടായില്ല. സോ ഇതൊരു 10 വർഷം മുമ്പത്തെ കാര്യമാണ്.
ഇന്നത്തെ കാലത്താണെങ്കിലും എന്നാണെങ്കിലും ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് അല്ലേ. എല്ലാം സക്സസ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ അനുഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരെ ബൈ. നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ, ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഓക്കെ.